ഓണക്കാലമൊക്കെ അല്ലേ, നമുക്കൊരു പൂക്കൊട്ട നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൊട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലിൻ്റെ മൂടിയും അതിൻ്റെ ആ റിംഗ് പോർഷനില്ലേ അതും കൂടിയാണ്. അപ്പോൾ കൊട്ടയ്ക്ക് വേണ്ട ഐറ്റംസ് റെഡി. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടി ചെടിക്കും അതേപോലെ തന്നെ ഫ്ലവേഴ്സിനും വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പറും അതേപോലെ തന്നെ ഫ്ലവറിനായിട്ട് പിങ്ക് കളർ പേപ്പറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ആ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക, ഹാഫായിട്ടൊന്ന് മടക്കിയിട്ട് ഇതേപോലൊക്കെ ഒന്ന് നമുക്ക് മടക്കി എടുത്തിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പം വളരെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ, എന്നാലും കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുക. ഇതുപോലെ രണ്ടെണ്ണം ചെയ്തെടുക്കുക. കാരണം നമുക്ക് ആ ഒരു അടപ്പില്ലേ അതിൻ്റെ ഉള്ളിൽ ഫില്ലായിട്ടിരിക്കണം, എന്നാലേ കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. ഞാനെടുത്തിട്ടുള്ള അടപ്പ് ആ രണ്ട് പേപ്പർ കൊണ്ട് തന്നെ ഫില്ലാവും. നിങ്ങളത് ഒന്ന് മതിയെങ്കിൽ നിങ്ങൾ ഒന്നെടുക്കുക, അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ചുരുട്ടിയെടുക്കുക, റൗണ്ടായിട്ട് നമുക്ക് ചുരുട്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒട്ടിക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് പോർഷനും കൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കാണുന്ന പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം കേട്ടോ. ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലവറും ചെയ്യുന്നത്. പക്ഷേ ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെറിയ സൈസിൽ ചെയ്തെടുക്കുക. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചെയ്യാനായിട്ട് നമുക്ക് അധികം സാധനമൊന്നും ആവശ്യമില്ലല്ലോ. ആകെ ആവശ്യമുള്ളത് ആ ഒരു ബോട്ടിലിൻ്റെ മൂടി, അതെന്തായാലും എല്ലാവർക്കും കിട്ടും. പിന്നെ തൊട്ടിക്കാനായിട്ടുള്ള ഗമ്മ് അതും എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യുക. ഒരു ഗ്രീൻ കളറും ഫ്ലവറിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഇതുപോലത്തെ ഒരു 2-3 ഒക്കെ ഉണ്ടാക്കി നമ്മൾ ടേബിളിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡെസ്ക് ഡെക്കോറായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കൊട്ടയുടെ പിടി ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ലീഫിൻ്റെ പോർഷനും ഇനി ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഫുള്ളായിട്ട് പിങ്ക് കളർ ഫ്ലവർ വെച്ച് ഫില്ല് ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചത്. പക്ഷേ എന്തോ ഫിനിഷിങ് തോന്നാത്തതുകൊണ്ട് സെൻറ്റർ പോർഷനിലേക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള യെല്ലോ ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ക്യൂട്ട് ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ.